السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഇഅ്തികാഫ് നിയ്യത്തോടുകൂടി അല്ലാഹുവിന്റെ ഭവനത്തിൽ ഒരുമിച്ച് കൂടി ഇരുത്തവും ചെയ്യുന്ന അമലുകളൊക്കെ സ്വാലിഹായ സുഹൃതങ്ങളായി നമ്മൾ കബൂൽ ചെയ്യട്ടെ. നമുക്കൊക്കെ അറിയുന്നത് പോലെ നമ്മുടെ നാടുകളിൽ വലിയ ഇലക്ഷനുകളൊക്കെ കഴിഞ്ഞ് അതിന്റെ റിസൾട്ടിനൊക്കെ വേണ്ടി കാത്തിരിക്കുന്ന ഒരു സമയമാണ്. കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ദുനിയാവിലുള്ള ചില മത്സരികത്തിലുള്ള റിസൾട്ടുകളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ദുനിയാവിൽ നടക്കുക എന്നുള്ളത്. എന്നാൽ മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനിക്കൊരു റിസൾട്ടിന്റെ ദിനം വരാനുണ്ട്. ആ ദിനത്തിലേക്ക് റിസൾട്ടിൽ വിജയമാണോ പരാജയമാണോ എന്ന് ആലോചിക്കുകയും വിജയത്തിന് വേണ്ടിയിട്ടുള്ള പണിയെടുക്കുകയും ചെയ്യുക എന്നുള്ളത് ഒരു മുഅ്മിനായ മനുഷ്യൻ, ഒരു ബുദ്ധിമാനായ മനുഷ്യന്റെ ജോലിയാണ്. അള്ളാഹു അവിടെ നമ്മളൊക്കെ വിജയിപ്പിച്ച് തരുമാറാവട്ടെ. ഞാൻ കൂടുതലായി സംസാരിക്കുന്നില്ല പ്രിയപ്പെട്ട ഉമ്മനിങ്ങൾ. നമുക്കൊക്കെ അറിയുന്നത് പോലെ സ്വാഭാവികമായിട്ടും ദുനിയാവിലുള്ള ഈ വിജയപരാജയങ്ങളിൽ ഒരാൾ വിജയിക്കും, മറ്റൊരാൾ പരാജയപ്പെടുമെന്നതിന്റെ സ്വാഭാവികതയാണ്. എന്റെ പ്രിയപ്പെട്ട ഉമ്മനികൾ, പ്രത്യേകിച്ച് ഇത്തരം ചെറിയ തെരഞ്ഞെടുപ്പുകളൊക്കെ ആകുമ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മുടെ പരിചിതരായ സമൂഹത്തിൽ നമുക്കിടയിൽ ജീവിക്കുന്ന പല ആളുകളും മത്സരിക്കുകയും പല ആളുകൾ പരാജയപ്പെടുകയും പല ആളുകൾ വിജയിക്കുകയും ചെയ്യുമ്പോഴൊക്കെ മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യന്റെ പവിത്രത കീപ്പ് ചെയ്യുക എന്നുള്ള ഒരു വലിയ പ്രധാനപ്പെട്ട ഒരു സംഗതിയുണ്ട്. പ്രത്യേകിച്ച് അഭിമാനത്തിന് വലിയ പ്രാധാന്യം കൊടുത്ത മതമാണ് പരിശുദ്ധ ഇസ്ലാം. ഇസ്ലാമിന്റെ നിർബന്ധമായി ചെയ്യേണ്ട ചില ബാധ്യതകൾ പോലും അഭിമാനത്തിന്റെ പേരിൽ ചെയ്യണ്ട എന്ന് പറഞ്ഞിട്ടുള്ള നിസ്കാരത്തിന്റെ ഇബാദത്ത് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ നോമ്പിന്റെ വിഷയത്തിൽ മസലകൾ നമുക്ക് കാണാൻ കഴിയും. ഞാൻ അതിലേക്ക് വിശദീകരിക്കല്ല. മനുഷ്യന്റെ അഭിമാനത്തിന് ക്ഷതം വരുത്തുന്ന എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടെങ്കിൽ പരിശുദ്ധ ഇസ്ലാം ഇബാദത്തിന് പോലും ഇളവ് വരുത്തുന്നുണ്ടെങ്കിൽ ഉദാഹരണങ്ങൾ പലതാണ്. ഇപ്പൊ നിസ്കാരത്തിന്റെ ജമാഅത്തിനൊക്കെ പോകുന്നവർക്ക് മസല പറയുമ്പോൾ നമുക്ക് കാണാം, ജമാഅത്തിന് കൃത്യമായി പോകുന്ന ഒരാൾക്ക് അദ്ദേഹത്തിന് അന്ന് യോജിച്ചൊരു വസ്ത്രം ധരിക്കാനില്ലെങ്കിൽ അദ്ദേഹത്തിന് ജമാഅത്തിന് എഴുതുന്നുണ്ട് എന്ന് പരിശുദ്ധമായ ശരീഅത്ത് നമ്മെ പഠിപ്പിക്കുകയാണ്. എന്താ, അവൻ മോശപ്പെട്ട ഒരു വസ്ത്രം ധരിച്ചു പോകാൻ അവന്റെ അഭിമാനത്തിന് ക്ഷതം വരുത്തുന്ന സംഗതിയാ. അങ്ങനെ നിരവധി മസലകളിൽ നോക്കുമ്പോഴൊക്കെ ഇല്ലത്തിലുള്ള കാരണം പറയൽ പലപ്പോഴും അത് മനുഷ്യന്റെ അഭിമാനത്തിന് ക്ഷതം വരുത്തുന്നു എന്നുള്ളതാണ്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ഹജ്ജത്തുൽ വദാഇന്റെ വേദിയിൽ ഒരുപാട് സമയങ്ങളിൽ വ്യത്യസ്തമായ നസീഹത്തുകൾ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയിട്ടുണ്ട്. പലപ്പോഴായി അവിടെ വെച്ച് പറഞ്ഞിട്ടുള്ള വിഷയത്തിലും അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനെ ഒരുമിച്ച് കൂട്ടിയിട്ട് ചോദിക്കുന്നുണ്ട്, സ്വഹാബ ഇന്നത്തെ ദിവസം ഏതാ നിങ്ങൾക്കറിയോ? സ്വഹാബ പറഞ്ഞു, ഞങ്ങൾക്ക് അറിയൂല. അവർക്ക് അറിയാത്തോണ്ടല്ല, അല്ലാഹുവിന്റെ റസൂലിന് മറ്റെന്തെങ്കിലും പ്രത്യേകത പറയാനുണ്ടോ എന്ന് കരുതിയിട്ട് ഒരു ഓഡിയൻസിന്റെ മര്യാദ എന്നോണം സ്വഹാബ പറയാൻ അറിയില്ല. അല്ലാഹുവിന്റെ റസൂൽ വിരിച്ചു കൊടുത്തു, ഇന്ന് പെരുന്നാൾ ദിവസമാണ്, ബലി പെരുന്നാൾ ദിവസമാണ്. ഇന്നത്തെ മാസം ഏതെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു കൊടുത്തു, ഇത് ദുൽഹിജ്ജ മാസമാണ്, പവിത്രമായ മാസമാണ്. ഇതേതാ നാട്, ഇതേതാ പലതെന്നറിയുമോ? അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനിച്ചിട്ടുള്ള പരിശുദ്ധമായ ഹറമാണ്. അല്ലാഹുവിന്റെ റസൂൽ എന്നിട്ട് പറയുന്ന വിഷയം എന്താ? ഫഇന്ന ജിമാഅകും വ അംവാലുകും വ അറാലുകും അലൈക്കും ഹറാം. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുക. എന്തിനാ അതൊക്കെ ചോദിച്ചത്? ഒരു വലിയ ഒരു കാര്യം സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കാനാ. നിങ്ങളുടെ സമ്പത്തുണ്ടല്ലോ അത് പവിത്രമാണ്, നിങ്ങളുടെ രക്തമുണ്ടല്ലോ, മനുഷ്യന്റെ ശരീരത്തിന് അക്രമം കാണിക്കാതെ മറ്റുള്ളവനെ ബഹുമാനിക്കുക എന്നുള്ളത് പവിത്രമായ സംഗതിയാണ്. പിന്നെ പറയാ, ഞാൻ വിശദീകരിക്കല്ല, വഇന്ന അറാലക്കും, നിങ്ങളുടെ അഭിമാനമുണ്ടല്ലോ അതും പവിത്രമാണ്. ഏതുപോലെ എന്നറിയുമോ? ഫീ യൗമിക്കും ഹാദാ, നിങ്ങളുടെ ഈ ദിവസം, ഈ മാസം, ഈ സ്ഥലം എത്രമാത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമാക്കിയിട്ടുണ്ടോ, പരിശുദ്ധമായ ഹറമിനെ അല്ലാഹു പവിത്രമാക്കിയത് പോലെ പവിത്രമാണ് മനുഷ്യന്റെ അഭിമാനമെന്ന് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ അഭിമാനത്തിന് ക്ഷതം വരുത്തുന്ന പ്രവർത്തനങ്ങൾ, ഈ അഭിമാനത്തിന് ക്ഷതം വരുത്തുന്ന സംസാരങ്ങൾ, ഈ അഭിമാനത്തിന് ക്ഷതം വരുത്തുന്ന ഒരു ആംഗ്യ ഭാഷ പോലും പ്രിയപ്പെട്ടവരെ എനിക്കും നിങ്ങൾക്കും ഉണ്ടാവരുത്. പരിശുദ്ധ ഖുർആൻ അവസാന ഭാഗത്തുള്ള ഒരു സൂറത്തിൽ നമ്മളൊക്കെ പലപ്പോഴും സുപരിചിതമായ ഒരു സൂറത്ത്, വൈലുൽ ലികുല്ലി ഹുമദത്തിൽ ലുമദാ, വൈലുൽ ലികുല്ലി ഹുമദത്തിൽ ലുമദാ, പരസ്പരം തോണ്ടി സംസാരിക്കുന്നവർ, പരസ്പരം കുത്തുവാക്ക് പറയുന്നവർ. പലപ്പോഴും അങ്ങനെയാണല്ലോ, നേരിട്ട് നമ്മൾ പറയില്ല. നമ്മുടെ എഴുത്തുകൾക്കിടയിൽ, നമ്മുടെ സംസാരങ്ങൾക്കിടയിൽ ഈ ആയത്തിൽ വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരെ മുഫസ്സിരീങ്ങൾ വിശദീകരിക്കുന്ന വിശദീകരണം നമുക്ക് കാണാൻ കഴിയും. ഒരു മനുഷ്യൻ നടന്നു പോകുമ്പോ അദ്ദേഹത്തിന്റെ ബാക്കിൽ നിന്ന് മറ്റുള്ളവന്റെ മുഖത്ത് നോക്കി കണ്ണുകൊണ്ട് ആംഗ്യം കാണിക്കുന്നത് പോലെ
പ്രിയപ്പെട്ടവർ, ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ അതിൽ പെട്ടുപോകുന്നുണ്ടോ എന്ന് നമ്മളൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കണം. കണ്ണുകൊണ്ട് ആംഗ്യം കാണിച്ചിട്ട് അവനെ പരിഹസിക്കുകയാണ്. ഒരു പക്ഷെ അവൻ കാണുന്നില്ല, ബാക്കിൽ വെച്ചിട്ടാ കാണിക്കുന്നത്. ചിലപ്പോൾ വായ കൊണ്ട്, ചിലപ്പോൾ നാവ് കൊണ്ട്, ചിലപ്പോൾ നമ്മൾ പല ആക്ഷൻസുകൾ കാണിക്കും. ഇങ്ങനെ ചെയ്തതിനെ പറ്റിയ പരിശുദ്ധ ഖുർആൻ പറയുന്നത് പിന്നെ തോണ്ടി സംസാരമാണ്. മൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ മറ്റു സംസാരത്തിന്റെ മേഖലയിലേക്ക് നമ്മൾ കടന്നു കഴിയുമ്പോ സോഷ്യൽ മീഡിയയിൽ, വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ മറ്റുള്ളവനെ തരം താഴ്ത്താൻ വേണ്ടി പ്രത്യക്ഷത്തിൽ നമ്മൾ പറഞ്ഞിട്ടില്ല എന്നൊക്കെ തോന്നിപ്പിക്കുമാർ നമ്മൾ സംസാരിക്കുന്ന സംസാരങ്ങൾ മറ്റുള്ളവനെ അപകീർത്തിപ്പെടുത്തുന്ന, മറ്റുള്ളവനെ മോശമാക്കുന്ന ഈ സംസാരങ്ങളെ പറ്റിയ ഖുർആൻ പറയുന്നത് വൈലുൽ ലികുല്ലി ഹുമദത്തിൽ ലുമദാ അല്ലദീ ജമഅ മാലൻ വഅജ്ജദ യക്സബു അന്ന മാലഹു അഖ്ലദ. അവൻ കുറെ സമ്പാദിച്ചിട്ടുണ്ട്. ആ സമ്പാദ്യത്തെ പറ്റി അവൻ പറയാണ്, എനിക്കിപ്പോ അത്യാവശ്യം കൊണ്ടല്ലോ, ഇനിയിപ്പോ ആരില്ലെങ്കിൽ എന്താ. അവനിങ്ങനെ എണ്ണി തിട്ടപ്പെടുത്തി ഞാൻ എല്ലാം കൊണ്ട് ശാശ്വതനാണെന്ന് വിശ്വസിക്കുന്നു. ഖുർആൻ പറയുന്നു കല്ലാ ലയുംബദന്ന ഫിൽ ഹുതമാ. അങ്ങനെ വിചാരിക്കേണ്ടട്ടോ, അവനെ നരകത്തിലേക്ക് എറിയപ്പെടുക തന്നെ ചെയ്യുമെന്ന് പരിശുദ്ധ ഖുർആൻ. ഇത് നരകമാണ് അവിടെ പരിചയപ്പെടുന്നത്. അള്ളാഹു തന്നെ ചോദിക്കുന്നു, ഏതാണ് ഈ ഹുതമ എന്ന് പരിചയമുണ്ട് നബിയെ? അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. നാറുല്ലാഹിൽ മുഖദാ അല്ലതി തത്ലു അലൽ അഫ്ഇദാ ഇന്നഹാ അലൈഹിം മുഅ്സദാ ഫീ അമദിൻ മുമദ്ദദാ. നീണ്ട ഒരു തൂണിന്റെ ഉള്ളിൽ അവൻ അകപ്പെടുത്തിയതിനു ശേഷം തീനാളങ്ങൾ കത്തിച്ച് അവന്റെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് ആ തീനാളങ്ങൾ കത്തിക്കയറുമാർ. ബന്ധിക്കപ്പെട്ട തൂണിന്റെ ഉള്ളിൽ നിത്യമായി ശാശ്വതമായ നരകത്തിലാണെന്നോ പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന വിഭാഗമാണ്. മറ്റുള്ളവന്റെ അഭിമാനത്തിന് ക്ഷതം വരുത്തി അവനവന്റെ സ്വത്തിലും സമ്പത്തിലും അഹങ്കാരം കൊണ്ട് ജീവിക്കുന്ന മനുഷ്യനെന്നോ പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുമ്പോ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാടിൽ സൗഹാർദ്ദം തടരാതെ, നമ്മുടെ നാട്ടിലൊക്കെ സന്തോഷത്തോടെ ഐക്യത്തോടെയുള്ള നല്ലാത്ത നാടാണ്. ഇങ്ങനെ പോലത്തെ ഒരുപാട് നാടുകൾ നമ്മുടെ നാടുകളിലൊക്കെ നടക്കുമ്പോ ചെറിയ ചെറിയ വിഷയങ്ങളുടെ പേരിലോ ഏതെങ്കിലും ഒരു വിജയപരാജയത്തിന്റെ പേരിലോ പരിഹസിക്കാനോ നിന്ദിക്കാനോ തരം താഴ്ത്താനോ കുത്തുവാക്കുകൾ പറയാനോ ആക്കി സംസാരിക്കാനോ മോശപ്പെട്ട എഴുത്തുകൾ എഴുതാനോ പ്രിയപ്പെട്ടവരെ മുഅ്മിൻ തുണിയരുത്. അഭിമാനത്തിന് അത്രമാത്രം പ്രാധാന്യം കൽപ്പിച്ച പരിശുദ്ധമായ ഇസ്ലാം അത് ഉൾക്കൊണ്ട് ജീവിക്കുന്ന മുഅ്മിനായ മനുഷ്യൻ അതിന്റെ പേരിൽ നാളെ വിരൽ കടിക്കേണ്ട ഒരു അവസ്ഥയുണ്ടാകും. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഒരാളെയും പരിഹസിക്കാതെ, ഒരാളെയും നിന്ദിക്കാതെ മരണം വരെ നമ്മളെ കൊണ്ട് പ്രവർത്തനത്തിലോ സംസാരത്തിലോ സമീപനത്തിലോ ഒരു ബുദ്ധിമുട്ടില്ലാതെ മരിക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അവസാനം മരിക്കുന്നതിന് മുമ്പ് ഒന്ന് പൊറുപ്പിക്കാൻ സമയമില്ലെങ്കിൽ, ഒരു 15 വർഷങ്ങൾക്ക് മുമ്പ് നമ്മളൊരു സുഹൃത്ത് പറഞ്ഞ് അവന്റെ നാട്ടിൽ നടന്നൊരു സംഭവം. ഇലക്ഷന്റെ റിസൾട്ട് വരുന്ന സമയത്ത് റിസൾട്ടൊക്കെ കഴിഞ്ഞ് ഇദ്ദേഹം ഘോരഘോരമായി ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുക. പരിഹാസ്യങ്ങളുണ്ടാവും, സ്വാഭാവികമാണ്, നമ്മുടെ നാട്ടു നടപ്പ് അങ്ങനെയാണല്ലോ. ആ സംസാരത്തിന്റെ ഇടയിൽ അദ്ദേഹം കുഴഞ്ഞു വീണ് അന്ന് തന്നെ മരിച്ചും ചെയ്ത്. രാത്രി നടക്കുന്ന സമാപന സമ്മേളനത്തിന് പകരം അദ്ദേഹത്തിന്റെ അനുശോചന യോഗ നടക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരു വാക്ക് അവനോട് പറഞ്ഞ് പൊരുത്തുപിടിപ്പിക്കാൻ നേരം ഒരു പക്ഷേ നമുക്ക് കിട്ടിക്കൊള്ളുന്നില്ല. അതുകൊണ്ട് അഭിമാനം നമ്മൾ പിച്ചിച്ചത് ആഹ്ലാദമാവാം, സന്തോഷമാവാം, എല്ലാം ആവാം. പക്ഷേ ഇസ്ലാം എന്ന് പറയുന്ന, മുഅ്മിൻ എന്ന് പറയുന്ന ആളുകൾ അന്യന്റെ അഭിമാനത്തെ പിച്ചിച്ചരുത്. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, ദുനിയാവിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ കൊണ്ട് തന്റെ സഹോദരനെ നമ്മൾ അപമാനപ്പെടുത്തിയാൽ അത്തരം ഒരു കാര്യത്തെ നിങ്ങളെയും അപമാനപ്പെടുത്തിയതിനു ശേഷമേ നിങ്ങൾ മരിക്കുകയുള്ളൂ എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ദീർഘിപ്പിക്കുന്നതിന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഇസ്ലാം പറഞ്ഞതനുസരിച്ച് ഒരാൾക്കും ഒരു ഇടങ്ങേറില്ലാതെ, നമ്മളെ കൊണ്ട് ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാതെ മരണം വരെ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിലായിട്ട് ജീവിക്കാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. റഹ്മത്തിക യാ അർഹമർ റഹീമീൻ. പരിശുദ്ധമായ റജബ് നമ്മളിലേക്ക് കടന്നു വരാനിരിക്കുകയാണ്. വളരെ സന്തോഷത്തോടെ റാഹത്തോടെ അതൊക്കെ വരവേറ്റ് പരിശുദ്ധ റമളാനിൽ ആഫിയത്തോടെ സിക്കത്തോടെ സന്തോഷത്തോടെ ഇബാദത്ത് ചെയ്യാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. റഹ്മത്തിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.